ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ ബാങ്കിങ് എക്സാം ചാനൽ. ബാങ്കിങ് എക്സാംസുകൾക്ക് വേണ്ടിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള ഏറ്റവും വമ്പൻ അവസരങ്ങൾ നൽകുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ബാങ്കിങ് എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ജോലിയിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലൂടെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തന്നെ 2025-26 വർഷങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു ജോലി നേടാൻ, ബാങ്കിങ് സെക്ടറിൽ നേടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. നിങ്ങൾ എല്ലാ പേരും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് രണ്ട് ഏരിയാസ്, സെൻട്രൽ ഗവൺമെന്റ് ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് SSCയും ഒന്ന് RRB ആണ്. പക്ഷെ ഇതിനൊപ്പം തന്നെ ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ നിൽക്കുന്ന ഒരു സാധനം തന്നെയാണ് ഇതെന്ന് പറയുന്നത് ബാങ്കിങ് എക്സാംസ് എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്കുള്ള എൻട്രി എങ്ങനെയാണെന്ന് ഫസ്റ്റ് നമുക്ക് എലിജിബിലിറ്റി വൈസ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇന്ത്യൻ ആയിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷനാണ് പറയുന്നത്. നാഷണാലിറ്റി ഇന്ത്യൻ ആവണം എന്നൊരു കണ്ടീഷനാണ് എടുത്തു പറയുന്നത്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ 18 to 30 വയസ്സ് വരെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളാണ് ബാങ്കിങ് എക്സാംസുകളിൽ വിളിക്കാറുള്ളത്. മെയിൻ ആയിട്ട് പറയുന്നെങ്കിൽ ഓരോ സെക്ഷൻസ് ഉണ്ട്, ഒരുപാട് എക്സാംസ് നടത്തുന്നുണ്ട്. ഈ പറയുന്ന SSC റെയിൽവേ നടത്തുന്നതിനേക്കാളും ഒരുപാട് എക്സാംസുകൾ ബാങ്കിങ് നിലയിലും നമ്മൾ നടത്തുന്നുണ്ട്. 30,000-40,000 വരെ ഒരു വർഷം തോറും അവർ എന്ത് ചെയ്യുന്നുണ്ട്, വാക്കൻസി റിപ്പോർട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഫീൽഡ് തന്നെയാണ് ബാങ്കിങ് എക്സാം. അതിന് നിങ്ങൾക്ക് ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഏജ് ലിമിറ്റ് വരുന്നത് തന്നെ 18 to 30 ഇയേഴ്സ് ആണ്. ഈവൻ ക്ലറിക്കൽ പോസ്റ്റ് ഒക്കെ 18 to 30 ഇയേഴ്സ് വരെ വിളിക്കാറുണ്ട്. ചില പോസ്റ്റുകൾക്ക്, സ്പെഷ്യലൈസ്ഡ് റോൾ പോസ്റ്റുകൾക്കൊക്കെ ചിലപ്പോൾ 20 to 30 വയസ്സായിരിക്കാം, അല്ലെങ്കിൽ 21 തൊട്ട് 30 വയസ്സ് വരെ ആയിരിക്കാം. ഇങ്ങനെയാണ് ബേസിക് ആയിട്ട് പറയുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് അല്ലെ. SC/STക്ക് ആണെങ്കിൽ 5 വർഷത്തിന്റെ റിലാക്സേഷൻ, OBCക്ക് ആണെങ്കിൽ 3 വർഷത്തിന്റെ റിലാക്സേഷൻ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഏജ് ക്രൈറ്റീരിയ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലൊരു ഫീൽഡ് തന്നെയാണിത്. ഇത്രയും ഏജ് ക്രൈറ്റീരിയ കൊടുക്കുന്ന ഒരു എക്സാമിനേഷൻ തന്നെയാണ് ബാങ്കിങ് എക്സാംസ് എന്ന് പറയുന്നത്. പിന്നെ ആർക്കാണ് കൂടുതൽ പ്രിഫറൻസ്, അല്ലെങ്കിൽ ആരുടെയാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്കാണ്. അതായത് ഡിഗ്രി, ഏതൊരു ഫീൽഡിൽ ഡിഗ്രി എടുത്തവർക്കാണെങ്കിലും നിങ്ങൾക്ക് ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ബാങ്കിങ് എക്സാംസുകളിൽ വരുന്നത്. ഗ്രാജുവേറ്റ് ഫീൽഡുകാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അത് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവർക്കും പറ്റും. ചില എക്സാംസുകൾക്ക് വേണ്ടി ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഇനി എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്ന ഒരു മറുപടി തന്നെയാണ് ഇതെന്ന് പറയുന്നത് ബാങ്കിങ് എക്സാംസ് എന്ന് പറയുന്നത്. പിന്നെ അതിനനുസരിച്ച് നമ്മൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും പറയാം, ഒരു 1-2 വർഷങ്ങൾക്ക് ഒടുവിൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന ബാങ്കിങ് സെക്ടറിൽ ഒരു ജോലി നേടാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. കാരണം അത്രത്തോളം സാലറി പാക്കേജും അത്രത്തോളം സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ജോലി ഇല്ല എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഗ്രാജുവേറ്റ് ലെവലാണ്, ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റുകൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ വരുന്നത് ചില എക്സാംസുകൾക്ക് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റും കൂടെ എന്ത് ചെയ്യാറുണ്ട്. ഇപ്പൊ റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്കാണ് ക്ഷണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്. അതായത് മലയാളമാണ് നമ്മുടെ മാതൃഭാഷ ഏതാണോ അതിലേക്കുള്ള ടെസ്റ്റുകൾ നടത്താറുണ്ട്. നിങ്ങൾക്ക് വായിക്കാനും എഴുതാനും ഒക്കെ അറിയാമോ, സംസാരിക്കാനൊക്കെ അറിയാമോ എന്നൊരു ടെസ്റ്റ് ആണ് വരുന്നത്. ചില എക്സാംസുകൾക്കാണ് അങ്ങനെ വരുന്നത് കേട്ടോ. ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ്, നിങ്ങളുടെ മലയാളം അറിയുന്നവരാണോ എന്നൊരു ടെസ്റ്റും കൂടെ അവർ നടത്താറുണ്ട് ചില എക്സാംസുകൾക്ക്. പിന്നെ എന്താണ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടതായിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അത്യാവശ്യം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ RBയിൽ, റിസർവ് ബാങ്കിലൊക്കെയാണ് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത്, കുറച്ചും കൂടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അവരുടെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടർ ടെസ്റ്റും. കമ്പ്യൂട്ടർ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കണം, ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ MS വേർഡ്, MS-ന്റെ ഓഫീസുകളെല്ലാം യൂസ് ചെയ്യാൻ അറിയുന്നവരായിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷനും കൂടെ അവർ എന്ത് ചെയ്യാറുണ്ട്, ചില എക്സാംസുകൾക്ക് പറയാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബേസിക്കലി വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് ഇവിടെ പറയുന്നത്. ഇതിൽ പെടുന്നവരാണ് നിങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 4 പോയിന്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ് ബാങ്കിങ് എക്സാംസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും അഡീഷണൽ ഫീച്ചേഴ്സ് ആണ്. ഇതും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി സെറ്റ് ആണെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ഓരോ എക്സാംസുകൾക്കും ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ബാങ്കിങ് എക്സാംസിൽ ഇത്രയും എക്സാംസുകൾ നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും അവസരങ്ങൾ വരാറുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറയുന്നത്. മേജർ ബാങ്കിങ് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻസ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ബാങ്കിങ്ങിന് വേണ്ടി എക്സാം നടത്തുന്ന ആൾക്കാർ ആരാണ്, ഏതൊക്കെ ഫീൽഡിലാണ് നിങ്ങൾക്ക് ബാങ്കിങ് എക്സാംസ് അവർ വിളിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ
IBPS കീഴിലുള്ള ജോലികളാണ് ഫസ്റ്റ് വരുന്നത്. IBPS എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സോണൽ എന്ന് പറയുന്നവരാണ് എന്ത് നടത്തുന്നത്, ബാങ്കിങ് എക്സാംസുകൾ നടത്തുന്നത്. മേജർ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആനുവലി റിക്രൂട്ട്മെന്റ് ഡ്രൈവ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റുകൾ വിളിക്കുന്നത് ആരാണ്, IBPS കീഴിലാണ്. അവരാണ് ബാങ്കിങ് എക്സാംസുകൾ നടത്തുന്ന ഒരു ഫീൽഡുകാർ. അപ്പൊ അവരെന്ത് ചെയ്യും, 11 പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്ക്, നിങ്ങൾക്ക് ഗവൺമെന്റ് ബാങ്കുകളിലാണ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളിലാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും നല്ല ഫീൽഡാണ് IBPS ഒരുക്കുന്നത്. നിരവധി എക്സാംസ് IBPS കീഴിൽ തന്നെ നടത്താറുണ്ട്. അതായത് PO പോസ്റ്റ്, പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റ് ആണ്. അത് കഴിഞ്ഞ് ക്ലറിക്കൽ പോസ്റ്റുകളുണ്ട്. ആദ്യമായിട്ട് കയറുന്നവർ ക്ലറിക്കൽ ആയിട്ടാണ് കയറുന്നത്. അപ്പൊ ക്ലറിക്കൽ പോസ്റ്റിന് പ്രത്യേകമുണ്ട്, PO പോസ്റ്റിന് സെപ്പറേറ്റ് വിളിക്കാറുണ്ട്. ഇനി കുറച്ച് വർഷത്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് എന്തുണ്ട്, SO പോസ്റ്റ് ഉണ്ട്, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. പിന്നെ റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്കുള്ള എക്സാംസും കണ്ടക്ട് ചെയ്യുന്ന ആരാണ്, IBPS ആണ്. റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള റീജിയണൽ ബാങ്കുകൾ ഉണ്ടല്ലോ, ഗ്രാമീൺ ബാങ്ക് എന്നൊക്കെ പറയുന്ന ബാങ്കുകൾ, ഓരോ നമ്മുടെ സ്റ്റേറ്റ് വൈസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ബാങ്കിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്ന ആരാണ്, ഈ പറയുന്ന IBPS തന്നെയാണ്. അപ്പൊ IBPS കീഴിൽ 11 പബ്ലിക് സെക്ടർ ബാങ്കുകാരും എക്സാം നടത്താറുണ്ട്, അവർ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്കുള്ള എക്സാമും അവർ നടത്താറുണ്ട്. റീജിയണൽ റൂറൽ ബാങ്കിൽ നിങ്ങൾക്ക് വരുന്ന പോസ്റ്റുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഓഫീസർ സ്കെയിൽ 1 ഉണ്ട്, ഓഫീസർ സ്കെയിൽ 2 ഉണ്ട്, ഓഫീസർ സ്കെയിൽ 3 ഉണ്ട്, പിന്നെ ഓഫീസ് അസിസ്റ്റന്റ് ക്ലറിക്കൽ പോസ്റ്റും അവർ വിളിക്കാറുണ്ട്. അപ്പൊ എന്തുമാത്രം റിക്രൂട്ട്മെന്റ് ആണ് ഈ ഓരോ എക്സാം ആയിട്ടാണ് അവർ നടത്തുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്ന പോലെ തന്നെ 11 പബ്ലിക് സെക്ടർ ബാങ്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ 12 പബ്ലിക് സെക്ടർ ബാങ്കുകൾ, ഗവൺമെന്റ് അംഗീകാരമായുള്ള ബാങ്കുകളാണുള്ളത്. അതിൽ 11 എണ്ണമാണ് IBPS നടത്തുന്നത്. ആ ഒരെണ്ണം ആരാണ്, 12ൽ ഒരാളെന്ന് പറയുന്നത് SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഒരു പബ്ലിക് സെക്ടർ ബാങ്ക്, ഏറ്റവും ലീഡിംഗ് പബ്ലിക് സെക്ടർ ബാങ്ക് SBI ആണ്. SBI അവരുടെ എക്സാം എന്താണ്, സ്പെഷ്യൽ ആയിട്ടാണ് വിളിക്കാറുള്ളത്. SBIയുടെ എക്സാം അവർ സ്വന്തമായിട്ടാണ് നടത്തുന്നത്. അപ്പൊ ബാക്കിയുള്ള 11 പബ്ലിക് സെക്ടർ ബാങ്കും IBPS നടത്തുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഒരു എക്സാമിനേഷൻ, അതായത് SBIയുടെ എക്സാമിനേഷൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അവർ ഇൻഡിപെൻഡന്റ് റിക്രൂട്ട്മെന്റ് ആണ് നടത്തുന്നത്. PO, ക്ലറിക്ക്, SO പോസ്റ്റുകൾക്ക്. PO എന്ന് പറയുന്നത് പ്രൊബേഷണറി ഓഫീസർ, ഇങ്ങനെയാണ് ഓർഡർ വരുന്നത്. ക്ലർക്ക് കഴിഞ്ഞിട്ട് PO പോസ്റ്റ്, PO കഴിയുന്നവർ SO. ഇങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ഗ്രോത്ത് സൈക്കിളും വരുന്നത്, നിങ്ങളുടെ കരിയർ അപ്ലിഫ്റ്റിങ്ങും വരുന്നത് അങ്ങനെയാണ്. ആദ്യം ക്ലറിക്കായിട്ട് കയറുന്നു, പിന്നെ PO ആയിട്ട്, പിന്നെ ഈ പറയുന്ന SO പോസ്റ്റുകളിലേക്ക്. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വിളിക്കുകയാണ്, POയിലോട്ടായാലും SOയിലോട്ടായാലും. അതിനൊക്കെ സെപ്പറേറ്റ് എക്സാം പാറ്റേൺ ആണ് വരുന്നതെന്ന് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കിയേ, IBPS കീഴിൽ 11 പബ്ലിക് സെക്ടർ ബാങ്കും ഇതേ പോസ്റ്റുകൾക്ക് വേണ്ടി വിളിക്കാറുണ്ട്, ക്ലറിക്ക്, PO, SO പോസ്റ്റിലേക്ക്. അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. പിന്നെ RRB, റീജിയണൽ റൂറൽ ബാങ്കിലേക്ക് സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. ഓക്കെ, അപ്പൊ അതുണ്ട്. ഇനി ഇതിനേക്കാളും എല്ലാം ടോപ്പായിട്ട് നിൽക്കുന്ന ആളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. എല്ലാവരുടെയും മോഹമാണ് ബാങ്കിങ് സെക്ടറിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ അത് റിസർവ് ബാങ്കിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ അവിടെ പോവാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ RBI എന്താണ്, സെപ്പറേറ്റ് എക്സാം നടത്തുന്നുണ്ട്. RBI എന്ന് പറയുന്നത് റിസർവ് ബാങ്കിന്റെ കീഴിൽ പ്രത്യേക നോട്ടിഫിക്കേഷൻ വിളിക്കുന്നുണ്ട്. അതാണ് ഏതെന്ന് പറയുന്നത്, സീനിയർ മാനേജ്മെന്റ് ലെവലാണ്. RBI ഗ്രേഡ് B എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനും വരാറുണ്ട്. RBIയുടെ എൻട്രി ലെവൽ ജോലി, അതായത് ക്ലറിക്കൽ പോസ്റ്റിനായിട്ടുള്ള RBI അസിസ്റ്റന്റ് പോസ്റ്റും വിളിക്കാറുണ്ട്. അപ്പൊ RBI അസിസ്റ്റന്റും RBI ഗ്രേഡ് B പോസ്റ്റുകളും ആരാണ് വിളിക്കുന്നത്, റിസർവ് ബാങ്ക് തന്നെയാണ് വിളിക്കുന്നത്. അതിലേക്ക് ഹൈലി കോമ്പറ്റേറ്റീവ് റോൾസുകളാണ് ഇതിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കാറുണ്ട്. ഒരുപാട് പേര് അപ്ലൈ ചെയ്ത് ജോലി ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഈ പറയുന്ന മേജർ ബാങ്കിങ് റിക്രൂട്ട്മെന്റ് ഓപ്ഷൻസ് ആണിത്. IBPS കീഴിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാംസുകൾ എഴുതാം, ഇല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്കിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് എക്സാംസ് എഴുതാം, ഇല്ലെങ്കിൽ SBIയുടെ നോട്ടിഫിക്കേഷൻ മാത്രം അറ്റൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ ചെയ്യാം. പക്ഷെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടിയാണ് പഠിക്കുന്നത്, ഒരൊറ്റ ബാങ്കിങ് എക്സാംസിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ എക്സാംസും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കാരണം ഇവരുടെ സിലബസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് പ്രയോറിറ്റിയിൽ കുറച്ച് സബ്ജക്റ്റുകളേ ഉള്ളൂ. ആ സബ്ജക്റ്റ് മാത്രമായിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് ചില ക്വസ്റ്റ്യൻസിന്റെ മാറ്റം വന്ന് എന്ത് ചെയ്യുന്നത് നിങ്ങളടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഒരൊറ്റ സിലബസ് വെച്ച് നിങ്ങൾക്ക് എത്രയോ എക്സാംസ് എഴുതാൻ പറ്റും എന്നുള്ള ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അത് തന്നെയാണ് ഈ പറയുന്ന ബാങ്കിങ് എക്സാംസിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഈ 11 പബ്ലിക് ബാങ്കിലേക്കാണ് ആരെന്ന് പറയുന്നത് IBPS എക്സാം സെലക്ഷൻ നടത്തുന്നതെന്ന് പറഞ്ഞു. ആരൊക്കെയാണ് ആ 11 പബ്ലിക് ബാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 ഉള്ളതിൽ ഒന്ന് SBI ആണ്. ബാക്കി 11 ആരൊക്കെയാണ്, ബാങ്ക് ഓഫ് ബറോഡയുടെ എക്സാമിനേഷൻ വിളിക്കാറുണ്ട്, ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഉണ്ട്, കാനറ ബാങ്ക് ഉണ്ട്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഉണ്ട്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഉണ്ട്, യൂക്കോ ബാങ്ക് ഉണ്ട്, യൂണിയൻ ബാങ്ക് ഉണ്ട്. ഇത്രയും നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ്
ഇവരെല്ലാ പേരും നോട്ടിഫിക്കേഷൻ വിളിക്കാറുണ്ട്. IBPS കീഴിൽ യൂണിയൻ ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ സെപ്പറേറ്റ് ആയിട്ട് വിളിക്കാറുണ്ട്, ബാങ്ക് ഓഫ് ബറോഡയുടെ സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ആര് നടത്തുന്നുണ്ട്? ഈ പറയുന്ന IBPS സെപ്പറേറ്റ് ആയിട്ട് വിളിക്കുന്ന നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഒരു വർഷത്തിൽ എന്തുമാത്രം നോട്ടിഫിക്കേഷൻ ആണ് വരുന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഒരൊറ്റ സിലബസ് എക്സാം എഴുതാൻ പറ്റുന്ന ഇത്രയും ബാങ്കുകൾക്ക് വേണ്ടിയായിട്ട്. അപ്പൊ അത് നിങ്ങളുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. നിങ്ങളായിട്ട് മനസ്സിലാക്കി അതിന് വേണ്ടിയായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഓപ്ഷൻസ് ആണ് വരുന്നത്. പിന്നെ 8 പ്രൈവറ്റ് ബാങ്കുകളും എന്ത് നടത്തുന്നുണ്ട്? എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 8 പ്രൈവറ്റ് ബാങ്ക് അവരുടെ ഇൻഡിപെൻഡന്റ് ചാർജ് ആയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ICICI ബാങ്ക് നടത്താറുണ്ട്, ആക്സിസ് ബാങ്കുകാർ നടത്താറുണ്ട്, HDFC ബാങ്ക് നടത്താറുണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, ബന്ധൻ ബാങ്ക് ഉണ്ട്, കോടക് മഹീന്ദ്ര ബാങ്ക് ഉണ്ട്, RBL ബാങ്ക് ഉണ്ട്. ഇത്രയും ബാങ്കുകാർ 8 ബാങ്കുകാർ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ തന്നെ ഈ പറയുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ വിളിക്കാറുണ്ട്. ക്ലറിക്കൽ പോസ്റ്റും PO പോസ്റ്റും ഒക്കെ അവരൊന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ കസ്റ്റമർ അസോസിയേറ്റ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പോസ്റ്റുകളും ഈ പ്രൈവറ്റ് ബാങ്കുകാരും വിളിക്കാറുണ്ട്. അത് സെപ്പറേറ്റ് ചാർജ് ആണ്. അതൊന്നും ആരുടെ കീഴിലല്ല, പബ്ലിക് സെക്ടർ ബാങ്കിന്റെ കീഴിലല്ല, അത് പ്രൈവറ്റ് ബാങ്ക് ആയിട്ടാണ്. അതിനും എന്തുണ്ട്? അത്യാവശ്യം നല്ല സാലറിയോടെ തന്നെയാണ് അവർ വിളിക്കുന്നത്. എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ അതിൽ പോകണം എന്നുള്ള ഒരു നിർബന്ധമല്ല. നമുക്ക് ഓൾറെഡി ഈ പറയുന്ന പബ്ലിക് സെക്ടർ ബാങ്ക് തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് ഇതിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളും അവരും തരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതല്ല, ഈ പറയുന്ന ഇത്രയും സെക്ടർ അല്ലാതെ അതർ സെക്ടേഴ്സും ബാങ്കിങ് എക്സാംസുകളും നടത്തുന്നുണ്ട്. അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതല്ലാണ്ട് വരുന്ന ഈ പറയുന്ന IBPS, SBI, RRB, RBI ഒഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ വരുന്ന ബാക്കി എക്സാംസ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന ബാങ്കിങ് എക്സാംസുകൾ ആരൊക്കെയാണ്? ഒന്ന് നബാർഡ് ആണ്. നബാർഡ് എന്ന് പറയുന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ്. അഗ്രികൾച്ചറൽ ബാങ്ക് ആണ് നബാർഡ് എന്ന് പറയുന്നത്. നബാർഡിന്റെ ഗ്രേഡ് A, ഗ്രേഡ് B ഓഫീസർ പോസ്റ്റുകൾ എപ്പോഴും വിളിക്കുന്നതാണ്, ഓരോ വർഷവും വിളിക്കുന്നതാണ്. ആ എക്സാം വിളിക്കാറുണ്ട്. സെബിയുടെ ബാങ്കിങ് എക്സാം നടത്താറുണ്ട്. അതായത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഗ്രേഡ് A പോസ്റ്റുകൾ, ഓഫീസർ എക്സാം പോസ്റ്റുകളും അവരും വിളിക്കാറുണ്ട്. അത് കഴിഞ്ഞ് IDBI എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അവരുടെ നോട്ടിഫിക്കേഷൻ. ഇതെല്ലാം അതർ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എക്സാംസുകളാണ് കേട്ടോ. അപ്പൊ അവരും എന്ത് ചെയ്യുന്നുണ്ട്? എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. IPPB ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ആണ്. പോസ്റ്റ് വൈസ് ആയിട്ടുള്ള പേയ്മെന്റ് ബാങ്ക് ആണ്. അത് കഴിഞ്ഞ് കോപ്പറേറ്റീവ് ബാങ്കുകാർ എക്സാം നടത്താറുണ്ട്. അതർ പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റ് പബ്ലിക് സെക്ടർ ബാങ്കുകളും എന്താണ് ഈ പറയുന്ന LBO എന്ന് പറയുന്ന ലോക്കൽ ബാങ്ക് ഓഫീസേഴ്സ് എന്നൊക്കെ പറയുന്ന ചില പോസ്റ്റുകളെ അഡീഷണൽ ആയിട്ട് വിളിക്കാറുണ്ട്. PO, SO ക്ലർക്ക് പോയിട്ട് ഈ ലോക്കൽ ബാങ്ക് ഓഫീസർ, കസ്റ്റമർ അസോസിയേറ്റ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞ് സ്പെഷ്യൽ വേക്കൻസീസും വിളിക്കാറുണ്ട്. പിന്നെ SIDBI എന്ന് പറയുന്നത് സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അവരും എന്ത് ചെയ്യുന്നുണ്ട്? നോട്ടിഫിക്കേഷൻ വിളിക്കുന്നുണ്ട്. അപ്പൊ നോർമൽ ആയിട്ടുള്ള നമ്മുടെ നോട്ടിഫിക്കേഷൻ അല്ലാതെ ഇവരും നോട്ടിഫിക്കേഷൻ വിളിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാങ്കിങ് എക്സാംസുകളെ പോലെ തന്നെ ഇൻഷുറൻസ് ലെവൽ ഓഫ് എക്സാംസുകളുണ്ട്. ഇൻഷുറൻസ് കമ്പനിയായിട്ട് വർക്ക് ചെയ്യുന്നവരും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഷുറൻസ് പബ്ലിക് സെക്ടറിൽ നിൽക്കുന്നവരും ഈ പറയുന്ന ബാങ്കിങ് എക്സാംസിന്റെ കീഴിൽ തന്നെ ജോലികൾ വിളിക്കാറുണ്ട്. അത് ഇൻഷുറൻസ് ജോബുകൾ എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. പക്ഷെ സിലബസ് എന്താണ്? ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളെ കൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എത്രയോ നോട്ടിഫിക്കേഷൻ ആണ് ഒരു വർഷത്തിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കാം. 30 വയസ്സ് വരെ ഉള്ളവർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ തന്നെയാണ് ബാങ്കിങ് എക്സാംസുകൾ. അപ്പൊ ഇതിനു വേണ്ടിയായിട്ട് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു ഡ്രീം ബാങ്കിങ് ജോബിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ദിശയുടെ കൂടെ ഉണ്ടാവാവുന്നതാണ്. ദിശയുടെ ഈ പറയുന്ന യൂട്യൂബ് ചാനൽ തന്നെ ഒരുപാട് കണ്ടന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അത് മാത്രമല്ല, ഈ പറയുന്ന പോലെ ബാങ്കിങ് എക്സാംസിന്റെ ഒരു ഫൗണ്ടേഷൻ ബാച്ച് നമ്മുടെ ദിശ ലേണിംഗ് ആപ്പിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വേണമെങ്കിൽ 2025, 2026 വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ തിരക്കാവുന്നതാണ്. ബാങ്കിങ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ഒരു ഇതിൽ ചെയ്യുന്നത് തന്നെ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ത്രൂ ഔട്ട് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിന്റെ കാര്യങ്ങളും നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മുന്നോട്ടുള്ള വഴികൾ ചിന്തിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മളെ ജോയിൻ ചെയ്യാം. നമ്മുടെ കീഴിൽ നിന്ന് വർക്ക് ചെയ്ത് ഈ പറയുന്ന പഠിച്ച് ഒരു വർക്കിലെത്തിയ ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങൾക്ക് ഇതിന് എന്ത് ചെയ്യാം? ഒരു പാർട്ടായിട്ട് നമ്മളെ കൂടെ തന്നെ ചേർന്ന് നിങ്ങൾക്ക് നിൽക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ബാങ്കിങ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി എന്തുകൊണ്ട് നിങ്ങൾ ബാങ്കിങ് കരിയർ ചൂസ് ചെയ്യണം? നിങ്ങൾക്ക് ഇപ്പം SSC ഉണ്ട്, റെയിൽവേ ഉണ്ട്, ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ബാങ്കിങ് കരിയർ ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാര്യമാണ് നമ്മൾ ഇനി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ജോബ് സെക്യൂരിറ്റിയും സ്റ്റെബിലിറ്റി. നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ റെഗുലർ ഇൻകമും പെൻഷൻ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ കരിയർ ഗ്രോത്ത് ഉള്ള ഒരു ഫീൽഡും കൂടെയാണ് ബാങ്കിങ് സെക്ടർ എന്ന് പറഞ്ഞാൽ. ക്ലറിക്കൽ ജോബുകൾ തന്നെയാണ്,
എന്ന് വെച്ചാൽ ഒരിടത്ത് ഓഫീസ് ജോലി പോലത്തെ ജോലികളാണ്. അപ്പൊ അതിന് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡും അതിന്റെ ഒരു സ്റ്റാറ്റസും ഒക്കെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോവാം. പിന്നെ കരിയർ ഗ്രോത്ത് ഉണ്ട്, ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ ഹൈറാർക്കി ഉണ്ട്. നിങ്ങൾ ക്ലർക്ക് ആയിട്ടാണ് കയറുന്നതെങ്കിൽ അടുത്ത അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് പോവാം, അസിസ്റ്റന്റിൽ നിന്ന് ഓഫീസർ സ്കെയിലിലേക്ക് പോവാം. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു കരിയർ ഗ്രോത്ത് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ എന്താണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള കോമ്പൻസേഷൻസ് ആണ്. സാലറി പാക്കേജ് ആയാലും മറ്റ് അലവൻസിന്റെ കാര്യമായാലും നിങ്ങൾക്ക് ബാങ്കിങ് കരിയറിൽ നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. മാത്രമല്ല ഇതിനേക്ക് വരുന്ന വാക്കൻസീസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നല്ല പോലെയാണ് വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാറുള്ളത്. ബാങ്കിങ് സെക്ടറിൽ ഇൻ ഇന്ത്യ calls for approximately 30,000 to 40,000 vacancies annually through various competitive exams. നമ്മുടെ ഒരു വർഷത്തിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇത്രത്തോളം വാക്കൻസീസ് ആര് വിളിക്കുന്നുണ്ട്, ഈ പറയുന്ന ബാങ്കിങ് സെക്ടറിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതിലായിട്ട് ഒരാളായിട്ട് മാറാൻ നിങ്ങൾക്ക് എന്ത് ഈസിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ പിന്നെ എല്ലാ എക്സാംസിന് വേണ്ടിയായിട്ടും പ്രിപ്പയർ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് ഡീമോട്ടിവേറ്റ് ചെയ്യാൻ കാണും, അല്ലെങ്കിൽ ഒരുപാട് പേര് ഇതിന്റെ നെഗറ്റീവ്സ് പറയാനുണ്ടായിരിക്കും. എങ്കിലും നിങ്ങളും കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ ഇറങ്ങി, എന്തൊക്കെയാണ് അതിന്റെ പ്രോസ്, എന്തൊക്കെയാണ് അതിന്റെ കോൺസ് എന്ന് മനസ്സിലാക്കി തന്നെ ഈ ഒരു ബാങ്കിങ് സെക്ടറിലെ ഫീൽഡിലേക്ക് ഇറങ്ങിത്തിരിക്കുക. പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ നമുക്ക് വേണ്ടത് ഫൈനലായിട്ട് എന്താണ്, ഒരു ജോലിയാണ്. അതും നല്ലൊരു പേയ്മെന്റ് അല്ലെങ്കിൽ നല്ലൊരു സാലറി പാക്കേജോട് കൂടിയ നല്ലൊരു സെറ്റ് ജോലിയാണ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ തന്നെയാണ് ബാങ്കിങ് എക്സാംസ് എന്ന് പറയുന്നത്. അതിന്റെ പ്രോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോസ് ഉണ്ട്. ഈ പറയുന്ന പോലെ ജോബ് സെക്യൂരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അട്രാക്റ്റീവ് സാലറി ആൻഡ് ബെനിഫിറ്റ്സ്, കരിയർ ഗ്രോത്ത് ഉണ്ട്, അതുപോലെ ഒരുപാട് ജോലി ഓപ്പർച്യൂണിറ്റി, അതായത് ജോബ് റോൾസുകളുണ്ട്. ഡൈവേഴ്സ് ആയിട്ട് ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ പല പല ഫീൽഡിലേക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഒക്കെ സെക്ഷൻസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. റിസ്ക് അനലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഫംഗ്ഷൻസ് നിങ്ങൾക്ക് അതിനകത്തുണ്ട്. പിന്നെ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിന്നിട്ട് ഇതിന്റെ തന്നെ അപ്ഗ്രേഡ് ആയിട്ടുള്ള വേർഷൻസിലേക്ക് മാറാൻ വേണ്ടി കണ്ടിന്യൂലി ഒരു ലേണിംഗ് പ്രോസസ് ആണ് നിങ്ങൾക്ക് ഈ ബാങ്കിങ് സെക്ടറിൽ ഒരുക്കുന്നത്. അപ്പൊ ആ ഒരു സ്കിൽ ഡെവലപ്മെന്റ് നിങ്ങളുടെ ഭാഗമായിട്ട് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു സോഷ്യൽ റെസ്പെക്റ്റും പോസിറ്റീവ് ഇമ്പാക്റ്റും ആണ്. ഒരു ബാങ്കിങ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. എല്ലാവർക്കും അതിന്റെ ഒരു നിങ്ങൾക്ക് ആ ഒരു അഭിമാനം പറ്റുന്ന ഒരു നിമിഷങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ. കാരണം നിങ്ങൾക്ക് ഒരു സോഷ്യൽ റെസ്പെക്ട് ആയിക്കോട്ടെ, ആ ഒരു പോസിറ്റിവിറ്റി ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. ആ ഒരു സ്റ്റാറ്റസിനനുസരിച്ചിട്ടുള്ള പിന്നെന്താണ് ഓപ്പർച്യൂണിറ്റീസ്, ഡിജിറ്റൽ ബാങ്കിങ്ങിന് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിൻടെക്. ഇപ്പോൾ ഈ ഉയർന്നു വരുന്ന ഈ പറയുന്ന ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരുപാട് ഈ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒക്കെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന പല ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളും ഈ പറയുന്ന ബാങ്കിങ് സെക്ടർ വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നേഷൻ വൈഡ് ആയിട്ടുള്ള ഗ്ലോബൽ മൊബിലിറ്റിയും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നാഷൻ വൈഡ് ആയിട്ടും ഗ്ലോബലി ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതൊക്കെയാണ് പ്രോസ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് പ്രോസ് ഉണ്ട്, പക്ഷെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺസും ഉണ്ട്. ഈ കോൺസിക്വൻസും കൂടെ മനസ്സിലാക്കി മാത്രമേ ഒരു ജോലിക്ക് ഇറങ്ങി തിരിക്കാവൂ. അതൊരു പോയിന്റ് തന്നെയാണ്. അപ്പൊ അതിൽ വരുന്ന കോൺസ് എന്ന് പറഞ്ഞാൽ ഹൈ പെർഫോമൻസ് ആൻഡ് ഈ സെയിൽസ് പ്രഷറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ ബാങ്കിങ് സെക്ടറിൽ ഒരു ജോലി എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും അയ്യോ ഭയങ്കര വർക്ക് പ്രഷറാണ്, അത് ഭയങ്കര ടാസ്ക് ആണ്, നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്നും ഇറങ്ങി പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയും. പക്ഷെ നമ്മൾ ഏതൊരു ജോലിയിൽ നിന്നാലും അങ്ങനത്തെയൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ, ആ ഒരു ഇൻട്രസ്റ്റോട് കൂടി മാത്രമേ ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. താല്പര്യം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ബാങ്കിങ് സെക്ടറിൽ ഒരു ജോലി ചൂസ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം സാലറിയുടെ കാര്യം ആയിക്കോട്ടെ, ഗ്രോത്തിന്റെ കാര്യം ആയിക്കോട്ടെ, സ്റ്റാറ്റസിന്റെ കാര്യം ആയിക്കോട്ടെ, എന്ത് കാര്യത്തിനായാലും ഈ പറയുന്ന ബാങ്കിങ് സെക്ടറിലെ ജോലി നല്ലത് തന്നെയാണ്. പിന്നെ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. വർക്ക് ലോഡ് പീക്സും ലോങ് അവേഴ്സ് വർക്കിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പലരും പറയും ഫാമിലിയുമായിട്ട് കണക്ഷൻസ് ഒന്നും കൂടുതൽ ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു രീതി അനുസരിച്ചാണ്, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്താണ് അതൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് ചാലഞ്ചസ് ഉണ്ടായിരിക്കും, സ്ട്രിക്ട് റെഗുലേറ്ററി അല്ലെങ്കിൽ കംപ്ലൈൻസ് റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കും, ഫ്രീക്വന്റ് ട്രാൻസ്ഫേഴ്സ് ഉണ്ടായിരിക്കും. ഇത് ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ നെഗറ്റീവായിട്ട്, ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നു പിന്നെ അവിടെ നിന്ന് അടുത്തൊരു സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫറിങ്, അപ്പൊ ഇതൊക്കെ ലൈഫിലെ ഒരു പാർട്ടായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ ബാങ്കിങ് സെക്ടറിലേക്ക് ഇറങ്ങി തിരിക്കുക. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ബാങ്കിങ് സെക്ടറിൽ ജോലി ചെയ്യാത്തത്. ഇതിന്റെ ഒരു നെഗറ്റീവ്സ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ അതുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ബാങ്കിങ് എക്സാംസിലെ ബാങ്കിങ് ജോലികൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കുക, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. അപ്പൊ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സെലക്ഷൻ പ്രൊസീജിയർ ആയിട്ട് വരുന്നതെന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ബാങ്കിങ് എക്സാംസിലേക്ക് ആദ്യം എന്താണ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ തന്നെയാണ്. ഏകദേശം ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 850 അല്ലെങ്കിൽ 750 റേഞ്ചിൽ നിങ്ങൾക്ക്
ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫീസ് വരും. നോർമൽ SC ST PWD കാൻഡിഡേറ്റ്സിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 175 അല്ലെങ്കിൽ ചിലപ്പോൾ ഫീസേ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ മാറും. അപ്പൊ എന്തായാലും ഫസ്റ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. ഏതൊരു എക്സാമിനേഷൻ വിളിച്ചാലും നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഓൺലൈൻ രജിസ്ട്രേഷൻ. ഓൺലൈൻ എക്സാമിനേഷൻ ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്, ഓൺലൈൻ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്, ഒബ്ജക്റ്റീവ് ലെവൽ ആണ്, അതായത് MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ക്വാളിഫയിങ് റൗണ്ട് തന്നെയാണ്. ഇതിൽ ക്വാളിഫൈ ആവുന്നവർ നേരെ എന്തിലേക്ക് പോകും? മെയിൻസ് എക്സാമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിലും എന്ത് തന്നെയാണ്? ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആണ്, പ്ലസ് ഡിസ്ക്രിപ്റ്റീവ് ആണ് ഓഫീസർ പോസ്റ്റുകളിലേക്ക്. ഓഫീസർ പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഓരോ എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഓഫീസർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൽ ചിലപ്പോൾ ഇംഗ്ലീഷിന്റെ ഒക്കെ എസ്സേ റൈറ്റിംഗ്, പ്രസസ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഒബ്ജക്റ്റീവ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് തേർഡ് സ്റ്റേജ് ആണ് ഇന്റർവ്യൂ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇന്റർവ്യൂ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ സ്റ്റേജുകളാണ്. അതും ഓഫീസർ ലെവൽ പോസ്റ്റുകൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ മസ്റ്റ് ആണ്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നിങ്ങളുടെ മൊത്തത്തിലുള്ള ഓവറോൾ പേഴ്സണാലിറ്റി മനസ്സിലാക്കണം. കാരണം നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ബാങ്കുകളിലായിരിക്കും. അപ്പോൾ അവിടുത്തെ ഒരു കോറം മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യാനുള്ള ഒരു ഇന്റർവ്യൂ ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് ചില എക്സാംസുകൾക്ക്, ചില എക്സാംസിന് മെയിൻസ് ഇല്ല കേട്ടോ, ചില എക്സാംസിന് മെയിൻസ് ഇല്ല, ചില എക്സാംസുകൾക്ക് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ചില എക്സാംസിനെ കാണത്തുള്ളൂ. അപ്പൊ അതൊക്കെ ഒരു ചില എക്സാംസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറിയും തിരിഞ്ഞും ഒക്കെ കാണും. അപ്പൊ എന്തായാലും രണ്ട് സ്റ്റേജ് എപ്പോഴും ഉണ്ടാവും. ഒന്നി പ്രിലിംസും മെയിൻസും, അതായത് പ്രിലിംസും മെയിൻസും മസ്റ്റ് ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രിലിംസും ഇന്റർവ്യൂ ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പൊ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ചോദിക്കുന്നത് ചില ക്ലറിക്കൽ ലെവൽ പോസ്റ്റുകളും ഉണ്ട്. ഓക്കെ, അതും നിങ്ങൾ ശ്രദ്ധിക്കുക. ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി നിങ്ങൾ മലയാളം ആണെങ്കിൽ മലയാളം അറിഞ്ഞിരിക്കണം, തമിഴാണെങ്കിൽ തമിഴ് അറിഞ്ഞിരിക്കണം, ആ ഒരു രീതിക്കാണ്. അത് കഴിഞ്ഞിട്ട് ഫൈനൽ മെറിറ്റ് ആൻഡ് പ്രൊഫഷണൽ അലോട്ട്മെന്റ് ആണ് വരുന്നത്. ഇത് ഇത്രയും സ്റ്റേജസ് കഴിയുമ്പോൾ, അതായത് പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇന്റർവ്യൂ ഒക്കെ ഈസിയാണ്, കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇടും. പിന്നെ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾ ജോയിനിങ് ആവാൻ ഉള്ള സമയമായി. പിന്നെ കുറച്ചൊരു പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും. ആ പ്രൊബേഷണറി പീരീഡ് കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ട് അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് മാറും. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങളുടെ ഈ ഒരു ബാങ്കിങ്ങിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഇനി എന്തിനൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ കോർ സെക്ഷൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് പഠിക്കേണ്ടത്. അതിന് എന്ത് കാണും? റീഡിംഗ് കോംപ്രഹെൻഷൻസ് കാണും, ക്ലോസ് ടെസ്റ്റ് കാണും, എറർ സ്പോട്ടിംഗ് കാണും, വൊക്കാബുലറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കാണും. അപ്പൊ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ പറയുന്ന വൊക്കാബുലറി ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കണം, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ അതിനുവേണ്ടി ഡെയിലി ന്യൂസ് പേപ്പർ ഒക്കെ റീഡ് ചെയ്ത് നിങ്ങൾ ആ എഡിറ്റോറിയൽ പേജ് ഒക്കെ കൃത്യമായിട്ട് വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താണ് ബെനിഫിറ്റ്സുകൾ ഉണ്ടാവും. അപ്പൊ അവർ ലാംഗ്വേജ് നിങ്ങൾ പക്ക മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് നല്ലത് തന്നെ ആയിരിക്കും. പിന്നെ വരുന്നത് റീസണിങ് എബിലിറ്റി ആണ്. അതിന്റെ കോർ ടോപ്പിക്സുകളും ഉണ്ട്. സിലോജിസം, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ബ്ലഡ് റിലേഷൻ, പസിൽസ്, അങ്ങനത്തെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഡേറ്റ സഫിഷ്യൻസി പോലെയുള്ള പല ലോജിക്കൽ റീസണിങ്, ഡിസിഷൻ മേക്കിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുന്നുണ്ട്? മാത്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾക്ക് വരുന്നുണ്ട്. സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഡെയിലി വരും, 40-50 ക്വസ്റ്റ്യൻസ് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബാങ്കിങ് എക്സാംസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങൾക്ക് ഒരു ടൈം മാനേജിങ് സ്കില്ലാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒരു സമയം കൊണ്ട് ചെയ്ത് തീർക്കാനായിട്ട് പറ്റണം, എങ്കിലേ നിങ്ങൾ അതിന് കാര്യമുള്ളൂ. പിന്നെ വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഇതിന്റെ കാര്യം മാക്സും ക്വാണ്ടിറ്റി ഈ പറയുന്ന റീസണിങ്ങിന്റെയും കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്പീഡും ആക്യുറസിയും ടൈമും കൃത്യമായിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് സെക്ഷൻ ഒരു എന്ന് പറയുന്നത് ജനറൽ ബാങ്കിങ് അവയർനെസ് ആണ്. ഇത് മെയിൻ ആയിട്ട് മെയിൻസ് എക്സാമിലേക്കാണ് ചോദിക്കുന്നത്. അതിൽ കറണ്ട് അഫേഴ്സും പിന്നെ ബാങ്കിങ് നോളജ് ആണ്. ബാങ്കിങ് നോളജ് എന്ന് പറഞ്ഞാൽ ഫിനാൻസ്, അതുപോലെ എക്കണോമിക്സ്, നമ്മുടെ ഈ പറയുന്ന പോലെ ബാങ്ക് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്ന ബാങ്കിങ് നോളജ് അവിടെ വരാറുണ്ട്. മോണിറ്ററി പോളിസി, ബാങ്കിങ് റെഗുലേഷൻ, ഡിജിറ്റൽ പേയ്മെന്റ്സ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ബാങ്കിങ്ങിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള GK ആയിരിക്കും അവിടെ ചോദിക്കുന്നത്. അപ്പൊ കറണ്ട് അഫേഴ്സും ബാങ്കിങ് റിലേറ്റഡ് നോളജും ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ള 3 സബ്ജക്ട്, പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള 3 സബ്ജക്ട് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് ആണെങ്കിൽ മെയിൻസും കൂടെ വരുമ്പോൾ അത് ജനറൽ അവയർനെസ് അല്ലെങ്കിൽ GK എന്ന് പറയുന്ന ഒരു പോർഷൻ കൂടെ വരും. GK എന്ന് പറയുമ്പോൾ ജനറൽ അവയർനെസ്സും കാണും, അതായത് കറണ്ട് അഫേഴ്സും കാണും, ഫിനാൻഷ്യൽ ആൻഡ് ബാങ്കിങ് അവയർനെസ് കാണും, പിന്നെ എക്കണോമിക്സിന്റെ കുറച്ച് ടോപ്പിക് കാണും. ചില എക്സാംസുകൾക്ക് എടുത്ത് കമ്പ്യൂട്ടറും ചോദിക്കാറുണ്ട്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയാണ് ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സബ്ജക്ട്. ഇതിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു കോർ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ ഈസിയാണ്. അപ്പൊ 6 months പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിട്ട് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഒരു 2-3 മാസം നിങ്ങൾ എന്ത് തന്നെ ചെയ്യണം? ഒരു 6 മാസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്നതല്ല ബാങ്ക്. പക്ഷെ അങ്ങനെ ഒരു കൃത്യമായ ഒരു ബേസ് ഉള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ 6 months തന്നെ എനഫ് ആണ്. നിങ്ങൾ കൃത്യമായ സമയം കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഡെയിലി 8 മണിക്കൂറൊക്കെ പഠിക്കുന്ന ഒരാളാണെങ്കിൽ 6 മാസത്തെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി തന്നെ നിങ്ങൾ ആ ഒരു എക്സാം പ്രിലിംസ് ക്രാക്ക് ചെയ്യുന്ന ലെവലിലേക്ക് നിങ്ങൾ മാറും.
ആ ഒരു രീതിയിൽ ആ ഒരു കൃത്യമായിട്ടുള്ള എഫിഷ്യൻസി നിങ്ങൾ കീപ്പ് ചെയ്ത് പോകുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അതിന് ഫൗണ്ടേഷൻ ഫേസ് ആയിട്ട് വരുന്നത് ഒരു 2 months നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കണം. എന്തൊക്കെയാണ് ഫൗണ്ടേഷൻ ആയിട്ട് വരുന്നത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു കൃത്യമായ ഒരു റെഗുലർ ഒരു കണക്ക് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം ആദ്യത്തെ പിന്നെയുള്ള ഒരു 3-4 മാസം എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറയുന്ന പോലെ പ്രാക്ടീസ് സെഷൻ ആയിട്ട് നടത്തണം. അതായത് ഓരോ ചാപ്റ്ററും പഠിക്കുന്നു, ഫൗണ്ടേഷൻ കവർ ചെയ്തു, ചാപ്റ്റർ പഠിക്കുന്നു, അതിന്റെ എന്ത് ചെയ്യുക, പ്രാക്ടീസുകൾ ചെയ്യുക. ഒരു 40-50 ക്വസ്റ്റ്യൻ വെച്ച് ഓരോ ചാപ്റ്ററിനെയും ചെയ്യണം. ഇപ്പൊ സിലോജിസം ആണ് നിങ്ങൾ പഠിക്കുന്നത്, സിലോജിസിന്റെ ഒരു 40-50 ക്വസ്റ്റ്യൻസ് ഡെയിലി പ്രാക്ടീസ് ആയിട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൃത്യമായിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണ്. അത് കഴിഞ്ഞ് മോക്ക് ടെസ്റ്റുകളാണ്. ലാസ്റ്റ് ഒരു 5-ാമത്തെ 6-ാമത്തെ മാസം ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി മോക്ക് എടുക്കാൻ തുടങ്ങണം. ഡെയിലി ഒരു 3 to 4 മോക്കുകളൊക്കെ എടുക്കുന്നവർ മാത്രമേ സ്പീഡും ടൈമും മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് വളരുള്ളൂ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെ ഒരു ബേസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച്, പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ആണ്. നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചു വരേണ്ടതെന്നുള്ളൊരു കാര്യം. പക്ഷെ ഇൻഡെപ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നല്ല ടൈം എടുക്കും, അല്ലെങ്കിൽ ഒരു 1 to 2 years എടുക്കും എന്നുള്ളൊരു കാര്യവും നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അത് കുറച്ച് വാസ്റ്റ് ആണ്. നിങ്ങളായിട്ട് എഫേർട്ട് എടുത്താൽ മാത്രമേ അത് നിങ്ങളെ കൊണ്ട് പഠിച്ചു തീർക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ സക്സസ് ടിപ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോമൺ പിറ്റ്ഫോൾസ് അല്ലെങ്കിൽ സക്സസ് ടിപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഒരു എക്സാമിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അതിന് വേണ്ടി 100% അല്ലെങ്കിൽ 200% നിങ്ങൾ കൊടുക്കാൻ റെഡി ആയിരിക്കണം. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. ഇന്ന് പഠിക്കുന്നു നാളെ പഠിക്കുന്നില്ല ആ ഒരു രീതിയിലായ ഒരിക്കലും 6 months എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് നിങ്ങളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യത്തില്ല. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും നിങ്ങൾ പഠിക്കണം. ആ ഒരു സമയം അതിനു വേണ്ടി മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതെ ബാങ്കിങ് എക്സാംസ് ക്ലിയർ ചെയ്യാനേ പറ്റില്ല. കാരണം സ്പീഡും ആക്യുറസി, 1 മണിക്കൂർ സമയം കൊണ്ട് 100 ക്വസ്റ്റ്യൻ വരെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കാണും. അത് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള സ്പീഡും ഈ പറയുന്ന പോലെ ഫോക്കസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, മോക്ക് ടെസ്റ്റുകൾ ഡെയിലി ചെയ്യുക. ഒരു സമയമാകുമ്പോൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്തേ നിങ്ങൾ പഠിക്കുകയുള്ളൂ. അത് ചെയ്ത് നിങ്ങളുടെ മിസ്റ്റേക്സ് അനലൈസ് ചെയ്ത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. എവിടെയാണ് തെറ്റുന്നത്, എവിടെയാണ് നിങ്ങളുടെ ആ ഒരു കീ പോയിന്റ് ഇരിക്കുന്നത്, എവിടെയാണ് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി വരുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. പക്ഷെ അതിന് വേണ്ടതായിട്ടുള്ള 4 key elements ആണ്. കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക, ടൈം മാനേജ് ചെയ്യുക, കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റ് പ്രാക്ടീസുകൾ എടുക്കുക, അത് കഴിഞ്ഞ് നിങ്ങളുടെ മിസ്റ്റേക്കുകൾ അനലൈസ് ചെയ്ത് അതിന് വേണ്ടിയായിട്ട് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ബാങ്കിങ് എക്സാംസിന്റെ ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം നിങ്ങളായിട്ട് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അതിന് വേണ്ടിയായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ദിശ അക്കാഡമിയുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും നല്ലൊരു രീതിയിൽ ഒരു ജോലി വാങ്ങാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. ജോലിയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഒരു ഇൻട്രസ്റ്റോടെ നിങ്ങളായിട്ട് ശ്രമിക്കാനായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളെ വിജയം തേടി തന്നെ വരും. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.